Hello my dear students, welcome back to another session of your class. Second year BA Sociology ലെവലിൽ പഠിക്കേണ്ടതായ ഒരു ടോപ്പിക്, അതിൻ്റെ തുടർച്ചയാണിപ്പോൾ. കഴിഞ്ഞ വീഡിയോ സെഷനിൽ ഞാൻ പകർന്നു തന്നത് ഇന്ത്യൻ എക്കോണമിയിലെ എക്കണോമിക് സിസ്റ്റം, എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള എക്കണോമിക്കൽ കൺസെപ്റ്റ്സിനെ തിരിച്ചറിയുക എന്ന തരത്തിലുള്ള ഒരു സെഷനാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. ഇന്ന് ഇന്ത്യൻ എക്കോണമിയുടെ ഫീച്ചേഴ്സ് എന്നുള്ള ഒരു ഭാഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. വീഡിയോ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുക. ചാൾസ് ഹോർട്ടൺ കൂലി, ഇദ്ദേഹം അമേരിക്കൻ സോഷ്യൽ തിങ്കർ, അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ്. അപ്പോൾ അമേരിക്കൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അമേരിക്കൻ സോഷ്യോളജി അസോസിയേഷൻ്റെ ഫൗണ്ടർ മെമ്പറിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ചാൾസ് ഹോർട്ടൺ കൂലി. ഓക്കെ, അതാണ് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ട വിഷയം എന്തെന്നാൽ ഇന്ത്യൻ എക്കോണമിയുടെ സവിശേഷതകളെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയുടെ സവിശേഷതകളെക്കുറിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ എക്കോണമി നമുക്കറിയാം. എന്താണ് ഇന്ത്യൻ എക്കോണമിയുടെ സവിശേഷത? ഇതൊരു അഗ്രേറിയൻ എക്കോണമിയാണ്. അഗ്രികൾച്ചർ എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ അഗ്രേറിയൻ എക്കോണമിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്കോണമിയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നതാണ് നമുക്കിന്ന് പരിശോധിക്കേണ്ടത്. ഓക്കെ, So now, to identify the important features of Indian economy. അപ്പോൾ അതാണ് ഇനി അടുത്തത് പറയുന്നത്. ഇന്ത്യൻ എക്കോണമിയുടെ സവിശേഷതകൾ എന്തെല്ലാം? ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് തികച്ചും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമി എന്നാണ് പറയുക. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് എക്കോണമിക്ക് അതിൻ്റെതായ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. എന്താണ് അണ്ടർ ഡെവലപ്ഡ് എക്കോണമി? അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ അണ്ടർ ഡെവലപ്ഡ് ആണെങ്കിൽ അവിടെ അഗ്രികൾച്ചർ ആയിരിക്കും ആ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിട്ട് പ്രധാന ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് അതിൽ അധിഷ്ഠിതമായിരിക്കും. അപ്പോൾ ഇന്ത്യൻ എക്കോണമി ഈസ് ആൻ അണ്ടർ ഡെവലപ്ഡ് എക്കോണമി ഇൻ വിച്ച് അഗ്രികൾച്ചർ ഈസ് ദി ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇൻ 2012 the Indian government stated 21.9% of its population is below its official poverty level. അതായത് 2012 ഇന്ത്യൻ ഗവൺമെൻറ് പ്രസ്താവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് 21.9% ജനതയും ഒഫീഷ്യലായിട്ട് നോക്കുമ്പോൾ പോവർട്ടി ലൈനിൽ ആണെന്നുള്ളത്. ബിലോ പോവർട്ടി ലൈനില്ല, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന ആളുകൾ ഇന്ത്യൻ ജനതയുടെ 21.9% ഉണ്ട് എന്ന കണക്ക് 2012 പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. മിനറൽ റിസോഴ്സസ് ആർ നോട്ട് ഫുള്ളി യൂട്ടിലൈസ്ഡ്. നമ്മുടെ രാജ്യത്തിനുള്ളിൽ ലഭ്യതയുള്ള മിനറൽ റിസോഴ്സസ് ഉണ്ട്, അതൊന്നും തന്നെ ആ വിഭവങ്ങളെ ഒന്നും വേണ്ടത്ര അതിൻ്റെ വിഭവശേഷി ഒന്നും പൂർണ്ണമായി ഉപയോഗിക്കുന്നില്ല. ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലേക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ GDP എന്ന രീതിയിൽ വളരെ കുറവ്. GDP അതിൻ്റെ പൂർണ്ണ രൂപമാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ the total goods and services produced within the domestic territory within a given time period, that is 1 year. അതായത് ഒരു നിശ്ചിത കാലയളവിലെ ഒരു രാഷ്ട്രത്തിനുള്ളിലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സേവനങ്ങളുടെ മൊത്തം തുക, അതൊരു വർഷം എടുത്താൽ ആ വർഷക്കാലത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ മൊത്തം തുകയെയാണ് GDP എന്ന് പറയുക. അപ്പോൾ ആ GDPയിലേക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എടുത്താൽ, അതേപോലെ മിനറൽ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എടുത്താൽ അതിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. So in order to give a direction to the economy, the government initiated economic planning in the form of 5-year plans in 1951. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ വരുന്നു, എന്നാണ് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്? അപ്പോൾ ഇവിടുത്തെ അവസ്ഥ പറഞ്ഞു. ഇന്ത്യൻ എക്കോണമിയുടെ സവിശേഷത എന്താണ്? ഇന്ത്യ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമാണ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രിയാണ്. ഇന്ത്യയുടെ നട്ടെല്ലായിട്ട് തൊഴിലിടങ്ങൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. അപ്പോൾ കാർഷിക സംസ്കാരം വെച്ചു പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ കൃഷിയാണ് തൊഴിലായിട്ട് സമീപിച്ചു പോരുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ എക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. നിലവിലുള്ള ജനസംഖ്യ എടുക്കുമ്പോൾ 21.9% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് പറയുന്നു. പിന്നെ മിനറൽ റിസോഴ്സസ് കാര്യമായിട്ട് അതിൻ്റെ വിഭവശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അതുപോലെ തന്നെ
മറ്റ് തലങ്ങൾ വ്യാവസായിക മേഖലകളിലേക്ക് നോക്കുമ്പോഴും അവിടെയും വേണ്ടത്ര രീതിയിലുള്ള അഭൂതപൂർവമായ വളർച്ചയൊന്നും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സർവ്വതോന്മുഖമായ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് തലത്തിലെ 5 year പ്ലാൻസിന് രൂപം കൊടുത്തു. പഞ്ചവത്സര പദ്ധതികൾ അതിന് രൂപം കൊടുത്ത എന്നാണ് 1951. So in order to give a direction to the economy, the government initiated economic planning in the form of 5 year plans in 1951. Over the years, the economy has witnessed the increase in GDP. The composition of GDP has changed. Standard of living of people has improved, and there has been upgradation in level of technology. The important features of Indian economy. നമ്മളിനി അതാണ്. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എന്താണ്? ഇന്ത്യൻ എക്കോണമി എങ്ങനെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ്? അണ്ടർ ഡെവലപ്ഡ് ആണ്, കാർഷിക രാജ്യമാണ്, നിലവിലുള്ള അവസ്ഥകളൊക്കെ പറഞ്ഞു. ജനങ്ങൾ പോവർട്ടി ലൈനിൽ താഴെയാണ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഒരു വർഷത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഔട്ട്പുട്ടിൻ്റെ കോൺട്രിബ്യൂഷനിലേക്ക് വിവിധ മേഖലയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ സർവ്വതോന്മുഖമായ സമസ്ത മേഖലയുടെയും വികസനത്തിന് വേണ്ടിയാണ് ഇന്ത്യയിൽ 5 year പ്ലാൻസ് കൊണ്ടുവന്നത്. അത് 1951 അങ്ങനെ ആ 5 year പ്ലാൻസ് വന്നതിന് ശേഷം എക്കോണമി സാക്ഷ്യം വഹിച്ചത് GDP-യിലെ കാര്യമായ പുരോഗതിയാണ്, വളർച്ചയാണ് എന്ന് പറയാം. ഈ 5 year പ്ലാൻസ് വന്ന് അതിന് തുടക്കം കുറിച്ചതിന് ശേഷം ഓരോ മേഖലാടിസ്ഥാനത്തിലുള്ള വളർച്ചയെപ്പറ്റി ഒരു വിലയിരുത്തൽ നടത്തിയപ്പോഴേക്കും കാര്യമായ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ലെവൽ ഓഫ് ടെക്നോളജി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് എന്തെല്ലാമാണ് ഇന്ത്യൻ എക്കോണമിയുടെ സവിശേഷതകൾ എന്നുള്ളതാണ്. ഓക്കെ, സോ നൗ വി ഹാവ് ടു എക്സാമിൻ some features of Indian economy and the features of the economy as noted as follows. Okay, നോക്കാം ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ എക്കോണമിയുടെ ഫീച്ചേഴ്സ്. ഇന്ത്യൻ എക്കോണമി ഈസ് എ ഡെവലപ്പിംഗ് എക്കോണമി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് പോയിന്റ്, ഇതൊരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അതാണ് ഡെവലപ്പിംഗ് എക്കോണമി എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഡെവലപ്ഡ് ആയിട്ടില്ല. അത് ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എപ്പോഴും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്, ഇന്ത്യൻ എക്കോണമി ഈസ് എ ഡെവലപ്പിംഗ് എക്കോണമി. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് എ മിക്സഡ് എക്കോണമി ഇൻ ദ സെൻസ് ദാറ്റ് ബോത്ത് പ്രൈവറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ കോ എക്സിസ്റ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. അതായത് ഇന്ത്യൻ എക്കോണമിയുടെ സവിശേഷത, എക്കണോമിക് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമാധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ ഗവൺമെൻറ് തലത്തിൽ അവരുടെ ആസൂത്രണത്തിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്ന ഓരോരോ സാമൂഹ്യ അധിഷ്ഠിതമായ പദ്ധതികൾ. അപ്പോഴെന്താ പറഞ്ഞത്, ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് മിക്സഡ് എക്കോണമി സിസ്റ്റം. അപ്പോൾ നിങ്ങൾ അറിയണം എന്താണ് മിക്സഡ് എക്കോണമി സിസ്റ്റം, എന്താണ് മിക്സഡ് എക്കോണമി. See, in a mixed economy, here there is the existence of both the private sector and the public sector. പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരേപോലെ പ്രാധാന്യമുള്ള സമ്പദ് വ്യവസ്ഥയ്ക്കാണ് നമ്മൾ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ സ്വകാര്യ വ്യക്തികൾ അവർക്കിഷ്ടമുള്ള പ്രവർത്തനങ്ങൾ, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ അവർക്ക് ഇടപെടാൻ സാധിക്കും. പൊതുമേഖലയുടെ ഒരു സ്വാധീനം അവരുടെ മേൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസും ഉണ്ടാകും, ഒപ്പം സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് പോകുകയും ചെയ്യാം. സോ ഇറ്റ് ഈസ് എ മിക്സഡ് എക്കോണമി ഇൻ ദ സെൻസ് ദാറ്റ് ബോത്ത് പ്രൈവറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ കോ എക്സിസ്റ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ എന്താ പ്രത്യേകത, ഡെവലപ്പിംഗ് എക്കോണമിയാന്ന് പറഞ്ഞു. ഇതിന്റെ സ്വഭാവ സവിശേഷത എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഡെവലപ്പിംഗ് എക്കോണമിയിൽ വൻതോതിൽ ജനസംഖ്യ ആധിക്യം ഉണ്ടാകും. അതുപോലെ ജനസംഖ്യ വളർച്ച ഇത്തരം രാജ്യങ്ങളുടെ പ്രത്യേകതയായിട്ട് എടുത്തു പറയണം. അടുത്ത പ്രത്യേകത എടുത്തു പറയുന്നത്, എ ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻസ് ലിവ് ബിലോ പോവർട്ടി ലൈൻ. നല്ലൊരു വിഭാഗം ജനങ്ങളും യഥാർത്ഥത്തിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരിക്കും ജീവിക്കുന്നത്. എ ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻസ് ലീവ് ബിലോ പോവർട്ടി ലൈൻ. അപ്പോൾ ദാരിദ്ര്യത്തിന്റെ ചൂഷിത വലയം ഇവിടെ ഉണ്ടായിരിക്കും. അത് സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളിലും ഇതൊക്കെ പ്രകടമാണ്. എ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി ഓപ്പറേറ്റ്സ് ഇൻ മെനി സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. ദാരിദ്ര്യത്തിന്റെ ചൂഷിത വലയം എന്നാ പറയാ. എ കൺട്രി ഈസ് പൂവർ ബിക്കോസ് ഇറ്റ് ഈസ് പൂവർ.
ഒരു രാജ്യം ദരിദ്രമാണ്, എന്തുകൊണ്ടാണ്? ആ രാജ്യം പണ്ടേ ദരിദ്രമാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ എന്താണ്? ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ്. വരുമാനമില്ല, തൊഴിലില്ല, അവരുടെ ജീവിത നിലവാരം വളരെ കുറവ്. വരുമാനമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കഴിയുന്ന ആ ഒരു ജനസമൂഹത്തിനെ അവരൊരു ചൂഷിത വലയത്തിലാണ് എന്നും നിലനിൽക്കുന്നത്. അവിടെയുള്ള മേഖലകൾ ഓരോന്നോരോന്ന് പരിശോധിച്ചാൽ കാര്യമായിട്ടൊരു ഇംപ്രൂവ്മെന്റോ പ്രോഗ്രസ്സോ ഒന്നും തന്നെ അവിടെ കാണുന്നില്ല. അത്തരത്തിലുള്ള സമൂഹം അധിവസിച്ചു പോരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിരിക്കും ഡെവലപ്പിംഗ് എക്കോണമി എന്ന് പറയുക. ജനസംഖ്യ ആധിക്യം വളരെ കൂടുതലുണ്ട്, ദാരിദ്ര്യത്തിന് ആയിരിക്കും അതിൽ അമർന്നു കിടക്കുന്ന ജനങ്ങള്. ആ ജനസമൂഹത്തിന്റെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റമോ ജീവിത നിലവാരം ഉയർത്തുവാനോ സാധിക്കാതെ വരുന്ന ആ ഒരു സാഹചര്യത്തെ ബേസ് ചെയ്താണ് ഇങ്ങനെ ഒരു പ്രയോഗം. എ കൺട്രി ഈസ് പൂവർ ബിക്കോസ് ഇറ്റ് ഈസ് പൂവർ ആൻഡ് there always exists a vicious circle of poverty. So we can say that a vicious circle of poverty operates in many sectors of the economy. അടുത്ത പോയിന്റ്, എ ഹൈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെന്റ് ഈസ് പ്രസന്റ്. ഉയർന്ന തോതിലെ തൊഴിലില്ലായ്മയും ഭാഗികമായിട്ടുള്ള തൊഴിലില്ലായ്മയും ഉണ്ടായിരിക്കും. മാത്രമല്ല there is disguised unemployment in agricultural sector. അതായത് പ്രത്യക്ഷത്തിലെ തൊഴിലില്ലായ്മ എന്ന തരത്തിലുള്ള ഒരു അവസ്ഥ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, അതും അഗ്രികൾച്ചറൽ സെക്ടറിലെ ഉണ്ടായിരിക്കും. ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഒരു പക്ഷേ എടുത്ത് ചോദിക്കുക എന്താണ്. അതായത് തൊഴിലില്ലായ്മയെ പറ്റി പറയുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും ഒന്ന് അൺഎംപ്ലോയ്മെന്റ്, മറ്റൊന്ന് അണ്ടർ എംപ്ലോയ്മെന്റ്. അതിനിടയിൽ വരുന്നത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്താണ്? അത് ഒരു ഫീച്ചറാണ് നമ്മുടെ എക്കോണമിയുടെ, ഇന്ത്യൻ എക്കോണമിയുടെ ഒരു സവിശേഷതയാണ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ചോദിച്ചാല്, നമ്മൾ പറഞ്ഞില്ലേ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഭൂരിഭാഗവും എവിടെയാണ്? കാർഷിക മേഖലയിലാണ്, സാധാരണക്കാരായ കർഷകര്. ഈ കർഷകര് ഒരു വീട്ടില് കർഷക കുടുംബമാണ് എങ്കിൽ ആ കുടുംബത്തില് 5 പേരുണ്ടെങ്കിൽ ആ 5 പേരില് ഇവര് ഭൂരിഭാഗവും ആര് തന്നെയാണ്, എവിടെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് തൊഴിലിനെ? ആ കൃഷിഭൂമിയെ തന്നെയല്ലേ ആശ്രയിക്കുക. അങ്ങനെ കൃഷിഭൂമിയെ മാത്രമായിട്ട് ആശ്രയിച്ച് അവർ ജോലി നടത്തുന്നു. ജോലി നടത്തി അതിൽ നിന്നാണ് അവർ ഏണിംഗ് ഉണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനെ ഏണിംഗ് ഉണ്ടാക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? അതിന്റെ കുഴപ്പം എന്താന്ന് ചോദിച്ചാല് ഇവർക്ക് അവിടെ കാര്യമായിട്ട് എല്ലാവർക്കും വരുമാനം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ നാം നോക്കുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നു? തൊഴിലെടുക്കുന്നു. യഥാർത്ഥത്തിൽ 5 പേർക്ക് എടുക്കാനുള്ള തൊഴിൽ അവിടെ ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ 2 പേര് നിന്ന് വർക്ക് ചെയ്ത് അവർക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിനുള്ള തൊഴിലായിരിക്കും അവിടെ ഉണ്ടാവുക. എന്നാൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 5 പേരും ഇവിടെ ഇടപെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ 5 പേരും ഇവിടെ വരുമാനത്തിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യപ്പെടുന്നു? തൊഴിൽ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് ഏണിങ്സ് എന്ന രീതിയിൽ, വരുമാനം കൂടുതലായിട്ട് എന്ന രീതിയിൽ അവർക്ക് കിട്ടാൻ വഴിയുണ്ടോ? കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഇത്തരത്തില് പ്രത്യക്ഷത്തില് ജോലിയിൽ ഉണ്ടെന്ന് വരികയും എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് വരുമാനത്തിന്റെ തോതിൽ കാര്യമായ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാതിരിക്കുന്നതും ആയ അവസ്ഥയാണ് ഏത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നത് ഇവിടെ കാർഷിക മേഖലയിലും ആണ്. അടുത്തത്, ദ ലെവൽ ഓഫ് ടെക്നോളജി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് ലോ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അത് മിക്ക മേഖലകളിലും പരിശോധിച്ചാലും, കാർഷിക മേഖലയാവട്ടെ, വ്യാവസായിക മേഖലയാവട്ടെ, സേവന മേഖലയാവട്ടെ, അങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലുള്ള മേഖലകൾ എന്ന് പറയുന്നത് ഇതാണ്. അതായത് അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ, ഇങ്ങനെ 3 മേഖലകളാണ് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഉപയോഗത്തിലുള്ള ടെക്നോളജിയുടെ ലെവൽ എന്ന് പറയുന്നതോ, അത് പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ടെക്നോളജിയുടെ ലെവല് വളരെ കുറഞ്ഞ രീതിയിലുള്ള സാങ്കേതിക വിദ്യയാണ്. So the level of technology used in production process is very low in many sectors. Then modern technology has not been adopted in all sectors of the economy. അപ്പോൾ ഇപ്പോഴും സമ്പദ് വ്യവസ്ഥയുടെ ഒട്ടുമിക്ക മേഖലകളിലും പഴയ രീതിയിലുള്ള ടെക്നോളജിയുടെ ഉപയോഗമുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് എല്ലാ രംഗങ്ങളിലേക്കും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. മോഡേൺ ടെക്നോളജി ഹാസ് നോട്ട് ബീൻ അഡോപ്റ്റഡ് ഇൻ ആൾ സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. ടീച്ചർ ഇപ്പൊ ക്ലാസ്സിന് വരുവാണോ? ഞാൻ ഇത്തിരി അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കൂടാതെയുള്ള പ്രശ്നം
ടെക്നോളജി വെരി ലോ ആണ്, മോഡേൺ ടെക്നോളജി എന്ന് പറയുന്നതൊന്നും പ്രാപ്യമല്ലാത്ത രീതിയിലാണ് എന്നതാണ്. Then again, there is a shortage of physical and economic infrastructure. Then transportation, roads, railway, airlines, power and communication, that is telephone, internet, that have not reached all parts of the country. അതും ഒരു പ്രോബ്ലമാണ്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ, ഇതിൻ്റെ അവൈലബിലിറ്റി കുറവ്, റോഡ്സ്, റെയിൽവേസ്, എയർലൈൻസ്, പവർ, telephone, internet, that have not reached all parts of the country. Even some parts of the country do not have provisions for schools, colleges and safe drinking water supply. നിങ്ങളുടെ ക്ലാസ് ഡെവലപ്പിംഗ് എക്കോണമി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് എന്നതാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തത്. മിക്സഡ് എക്കോണമി എന്താണെന്ന് പറഞ്ഞു. മിക്സഡ് എക്കോണമി എന്ന് പറയുമ്പോഴേക്കോടെ ബോത്ത് പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഡെവലപ്പ് എക്കോണമി എന്ന് പറയുമ്പോൾ അവിടെ ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ ഉണ്ട്, ബിലോ പോവർട്ടി ലൈനാണ്, വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്നത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഹൈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ ഡിസ്ഗേഴ്സ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ആ ഒരു അഗ്രേറിയൻ എക്കോണമിയിൽ ഉണ്ടായിരിക്കും. ലെവൽ ഓഫ് ടെക്നോളജി വളരെ പൂവർ ആയിരിക്കും. ഷോർട്ടേജ് ഓഫ് ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ മറ്റൊരു പ്രോബ്ലമായിട്ട് പറയാം. These are, even some parts of the country do not have provisions for school, colleges, safe drinking water supply. So all these are some problems relating or regarding the features of a developing economy. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഒരു ഡെവലപ്പിംഗ് എക്കോണമിയുടെ സവിശേഷതകളായിട്ട് പറയുന്നത്. പിന്നത്തെ പ്രത്യേകത എന്താ? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നത് ഡെവലപ്മെന്റ് നേടിയതിനു ശേഷമാണ്. So it is an increase in a country's real level of national output, which can be caused by an increase in the quality of resources, by education, etc. അതായത് എക്കണോമിക് ഗ്രോത്ത് സംഭവിക്കുന്നത് എപ്പോഴാണ്? എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായതിനു ശേഷമാണെന്ന് പറയുന്നില്ലേ? അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് ഒരു നാരോവർ കൺസെപ്റ്റ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഒരു രാജ്യത്തിന്റെ റിയൽ ലെവൽ ഓഫ് നാഷണൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തതിനെ തുടർന്നുണ്ടാകുന്നതായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത്. So economic growth, it is an increase in a country's real level of യഥാർത്ഥ രീതിയിൽ ദേശീയ തലത്തിലുള്ള ഔട്ട്പുട്ട്, അതിൽ വർധന ഉണ്ടാവുക. ആ വർധനവ് എന്തിന് കാരണമാകുക? അവിടെയുള്ള റിസോഴ്സസിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുവാൻ കൂടി കാരണമാവുക. ഈ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും എന്താണ്? അവിടുത്തെ റിസോഴ്സസ്, വിദ്യ. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു ക്വാളിറ്റി അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇവിടെ ഇടയാകുന്നു എന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എക്കണോമിക് ഗ്രോത്ത് സംഭവിക്കുന്നത് ഡെവലപ്മെന്റിന് ശേഷമാണ്. So economic growth is a process in which increase in a country's real level of national output, which can be caused by an increase in the quality of resources, example by education. Okay, an increase in the quantity of resources and improvement in technology, or in other way an increase in the value of goods and services produced by every sector of the economy. So that economic growth can be measured by an increase in a country's GDP. അപ്പോൾ ഇതെല്ലാം ഗ്രോത്തുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. അതായത് GDPയിൽ വർധന ഉണ്ടാവുക എന്നുള്ളതാണ്. റിസോഴ്സിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യിക്കുക, ടെക്നോളജിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുക, അത് മുഖേന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ മൊത്തത്തിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് ആണ്. ഇവയെല്ലാം ചേരുമ്പോഴാണ് അവിടെ ഗ്രോത്തിന് കാരണമാവുക. സോ എക്കണോമിക് ഗ്രോത്ത് ക്യാൻ ബി മെഷറബിൾ വൺ. ഗ്രോത്തിനെ നമുക്ക് മെഷർ ചെയ്യാം. കാരണം എന്താ? അതാ രാജ്യത്തെ ഒരു സാമ്പത്തിക വർഷത്തിലെ ഒരു നിശ്ചിത കാലയളവിൽ അവിടെ ഉണ്ടാവുന്ന GDPയുടെ അളവിൽ ഉണ്ടാവുന്ന വർധനവാണ്. അപ്പോൾ ആ വർധനവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് മെഷർ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മെഷറബിൾ ക്വാണ്ടിറ്റിയാണ് എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ. Then economic development, on the other hand, it is concerned with economic development. Then economic development is structural changes in the economy. ഘടനാപരമായ മാറ്റങ്ങളാണ്. അത് ഘടനാപരമായ മാറ്റങ്ങൾ എവിടെയാണ് ഉണ്ടാവുന്നത്? പ്രധാനമായിട്ടും അതൊരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അല്ല, മറിച്ച് ഘടനാപരമായിട്ട് സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അപഗ്രഥിക്കുകയാണ്. So economic development is structural changes in the economy. It is a normative concept. ഈ നോർമാറ്റീവ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് അപ്ലൈസ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് പീപ്പിൾസ് സെൻസ് ഓഫ് മൊറാലിറ്റി, റൈറ്റ് ആൻഡ് റോങ്, ഗുഡ് ആൻഡ് ബാഡ്. അതായത് ഇതൊരു നോർമാറ്റീവ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴേക്കും അതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്?
അതായത് ജനങ്ങളുടെ ആ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴേക്കും അവരുടെ മൊറാലിറ്റി സൈഡിലെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് ശരി ഏത് തെറ്റേത്, എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത്, ശരിയാ ഗുഡ് ഏത് ബാഡ് ഏത്, അങ്ങനെ വേണ്ടത് ഏതാണ് നല്ലത് ഏതാണ് മോശം, ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സെൻസിൽ തന്നെ കാണുക. അപ്പോൾ അതിൻ്റെ ആ ഒരു മൊറാലിറ്റി എന്നുള്ള തരത്തിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഘടനാപരമായ മാറ്റങ്ങൾക്ക് വിധേയമാണ് വികസനം എന്ന കൺസെപ്റ്റ്. സോ എക്കണോമിക് development on the other hand is concerned with the structural changes in the economy. It is a normative concept and it applies in the context of people's sense of morality, right and wrong, good and bad, etc. The definition of economic development given by Michael Todaro. Spelling മൈക്കിളിനെ അറിയാലോ, MICHAEL, then Todaro, TODARO. മൈക്കിൾ ടൊഡാറോ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ ലിവിങ് സ്റ്റാൻഡേർഡ്സ്. ജീവിത നിലവാരത്തിൽ ഉണ്ടാവുന്ന വർധനവ്, അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീമിൽ ഉണ്ടാവുന്ന ഇംപ്രൂവ്മെന്റ്, ദ ഇംപ്രൂവ്മെന്റ്സ് ഇൻ സെൽഫ് എസ്റ്റീം, നീഡ്സ് ആൻഡ് ഫ്രീഡം ഫ്രം ഒപ്രഷൻ ആസ് വെൽ ആസ് ഗ്രേറ്റസ്റ്റ് ചോയ്സ്. അതായത് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് നാം സ്വയം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ അടിമത്തത്തിൽ നിന്ന് വിധേയമാവാതെ നമ്മൾ സ്വതന്ത്രരായിട്ട് നാം സ്വന്തമായിട്ട് നമ്മളുടെ ആ ഒരു ഐഡന്റിറ്റിയെ ഹൈലൈറ്റ് ചെയ്യുക, അതൊക്കെ ഡെവലപ്മെന്റ് ആണ്. ദ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് മെഷറിംഗ് ഡെവലപ്മെന്റ് ഈസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അതായത് ഡെവലപ്മെന്റിനെ മെഷർ ചെയ്യാനുള്ള ഏറ്റവും ഉചിതമായ രീതി എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുമ്പോഴേക്കും വിച്ച് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ലിറ്ററസി റേറ്റ്സ് ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസി വിച്ച് അഫക്ട് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് could lead to economic growth. അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന രീതിയിൽ ഉപയോഗിച്ച് പോരുന്ന എന്തെന്നാണെന്നറിയാമോ? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എടുക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു അക്കൗണ്ട് ദ ലിറ്ററസി റേറ്റ്സ് ആണ് അതിൽ കണക്കിലെടുക്കുന്നത്. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട്, അതിൽ കണക്കിലെടുക്കുന്ന എന്താണ്? സാക്ഷരതാ നിരക്ക്, അതുപോലെ തന്നെ ജീവിത ദൈർഘ്യം, ലൈഫ് എക്സ്പെക്ടൻസി, ഇത് രണ്ടും കണക്കിലെടുക്കും. അപ്പോൾ ഇത് രണ്ടും എന്ന് പറയുമ്പോൾ എന്തിനെ അഫക്ട് ചെയ്യുന്നതാണ്? ലൈഫ് എക്സ്പെക്ടൻസി ആൻഡ് ലിറ്ററസി റേറ്റ്സ് വിച്ച് അഫക്ട് പ്രൊഡക്ടിവിറ്റി ആൻഡ് കുഡ് ലീഡ് ടു എക്കണോമിക് ഗ്രോത്ത്. ഇത് രണ്ടും പ്രൊഡക്ടിവിറ്റിയെ, ഉൽപാദനക്ഷമതയെയും അതിനെ തുടർന്നുള്ള സാമ്പത്തിക വളർച്ചയെയും സ്വാധീനിക്കുവാൻ ശേഷിയുള്ള രണ്ട് ഫാക്ടേഴ്സ് എന്ന രീതിയിൽ ലിറ്ററസി റേറ്റ്സിനെയും ലൈഫ് എക്സ്പെക്ടൻസിയെയും കണക്കിലെടുക്കുന്നുണ്ട് എന്ന് പറയാം. ഇറ്റ് ആൾസോ ലീഡ്സ് ടു ദ ക്രിയേഷൻ ഓഫ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ സെക്ടേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, എംപ്ലോയ്മെന്റ് ആൻഡ് ദി കോൺസർവേഷൻ ഓഫ് ദി എൻവിയോൺമെന്റ്. ഇറ്റ് ഇംപ്ലൈസ് ആൻ ഇൻക്രീസ് ഇൻ ദ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് എവരി സിറ്റിസൺ. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇത്തരത്തിലെ എടുക്കുന്ന ഘടകങ്ങൾ, ഹ്യൂമൻ ഡെവലപ്മെന്റ്, ആ മാനുഷിക വികസനം അത് കൺസിഡർ ചെയ്യുമ്പോൾ അത് അവരുടെ ഉൽപാദനക്ഷമതയെ, സാമ്പത്തിക വളർച്ചയെയൊക്കെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റിനെ മെഷർ ചെയ്യുക. ഹ്യൂമൻ ഡെവലപ്മെന്റിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവരുടെ ലിറ്ററസി റേറ്റ്. എത്രത്തോളം ലിറ്ററസി, സാക്ഷരത നേടിയിട്ടുണ്ട്, എത്രത്തോളം വിദ്യാഭ്യാസമുണ്ട്, ആ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തികൾക്കുണ്ടാകുന്ന വികസനത്തെ പറ്റി വിലയിരുത്താനായിട്ട് സാധിക്കുക. അപ്പോൾ അത് ഉൽപാദനക്ഷമതയെയും, നന്നായിട്ട് വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുണ്ട്, ടെക്നിക്കൽ നോളജ് ഉണ്ട്, വേണ്ടത്ര രീതിയിൽ എഡ്യൂക്കേഷനും ഉള്ളവർക്ക് ഉൽപാദന മേഖലകളുമായി ബന്ധപ്പെട്ട തൊഴിലിടങ്ങളിൽ ശോഭിക്കാൻ സാധിക്കും. അത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്, ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നയിക്കും. അതൊക്കെയാണ് അവിടെ പറയുക. അതേപോലെ ഇറ്റ് ആൾസോ ലീഡ്സ് ടു ദ ക്രിയേഷൻ ഓഫ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ സെക്ടേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അങ്ങനെ ഉണ്ടെങ്കിൽ, ഹ്യൂമൻ ക്യാപിറ്റൽ വേണ്ട രീതിയിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ വിദ്യാഭ്യാസ മേഖലകളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, തൊഴിൽ ഇടങ്ങളിൽ ഉണ്ടാക്കാം, ഹെൽത്ത് കെയർ ഉണ്ടാവും, അതുപോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. സോ ഹെൽത്ത് കെയർ, അതുപോലെ എഡ്യൂക്കേഷൻ, ഇവിടെയൊക്കെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും നല്ലൊരു എൻവിയോൺമെന്റ് കൺസർവേഷൻ നിലനിർത്തുവാൻ സാധിക്കും. ഇറ്റ് ഇംപ്ലൈസ് ദ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് എവരി സിറ്റിസൺ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാലേ അവർക്ക് പെർ ക്യാപിറ്റ ഇൻകം ഇംപ്രൂവ് ചെയ്യുവാനായിട്ട്, വർദ്ധിപ്പിക്കുവാനുള്ള ഒരു സാധ്യത അവിടെ വന്നു ചേരുമെന്നതാണ്. അപ്പോൾ നമ്മൾ എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെന്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നോക്കുമ്പോഴേക്കും ഗ്രോത്തും ഡെവലപ്മെന്റും ഒന്നല്ല എന്ന് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാം. ഡെവലപ്മെന്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ്, ദെൻ ഗ്രോത്ത് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ്. സം ടോട്ടൽ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് മെഷറബിൾ. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസിലൂടെയാണ് ആ ഒരു സ്റ്റേജിലെത്തുന്നത്, ഡെവലപ്മെന്റിന്റെ സ്റ്റേജിൽ എത്തുക എന്ന് നമുക്ക് പറയാം. അപ്പോൾ എക്കണോമിക് ഗ്രോത്തും എക്കണോമിക്
ഡെവലപ്മെന്റും ഇന്റർചേഞ്ചബിൾ, ഒന്നിന് പുറകെ ഒന്നെന്ന രീതിയിലാണോ ഉപയോഗിച്ച് പോരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സ്ട്രക്ചറൽ ചേഞ്ചസുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നതാണ് എക്കണോമിക് ഡെവലപ്മെന്റ്. അതൊരു നോർമാറ്റീവ് കൺസെപ്റ്റ് ആണ്. നോർമാറ്റീവ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ശരിയും തെറ്റും തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ബിഹേവ് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ആശയമാണ് അതിൽ വരുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഗിവൺ ബൈ മൈക്കൽ ടൊറാഡോ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇംപ്രൂവ്മെന്റ് ഇൻ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ എന്താണ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ ലിറ്ററസി റേറ്റ്സ് ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസി. All these factors which affect the productivity and could lead to economic growth. ഈ ഘടകങ്ങളെല്ലാം പതുക്കെ ക്രമേണ അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് ആ ഒരു സ്റ്റെപ്പ് വൈസ് സ്റ്റേജസിലൂടെ ആയിരിക്കും അത് ഗ്രോത്ത് എന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുവാൻ സഹായിക്കുന്നത്. അപ്പോൾ ഗ്രോത്തിൻ്റെ പ്രയർ ആയിട്ടുള്ള, അതിൻ്റെ മുന്നോടിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. So it also leads to the creation of more opportunities in the sectors of education and leads to the creation of health care services. ഇവയൊക്കെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണെന്ന് പറയാം. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ദ കൺസർവേഷൻ ഓഫ് എൻവയോൺമെന്റ്, പരിസ്ഥിതി പരിപാലനം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചേഞ്ചസ് ആണ് വരിക. അതെല്ലാം ക്വാളിറ്റേറ്റീവ് ചേഞ്ചസാണ്. ഈ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസിലൂടെ വരുന്ന കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റ്സിന്റെ പാർട്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. So it implies an increase in per capita income of every citizen. Okay. Growth of economic growth does not take into account the size of informal economy. അതായത് ഒരു ഇൻഫോർമൽ, അനൗപചാരികമായ ഒരു സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പത്തെ പറ്റിയൊന്നും എക്കണോമിക് ഗ്രോത്തിൽ പറയുന്നില്ല. എക്കണോമിക് ഗ്രോത്ത് ദാറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ സൈസ് ഓഫ് ഇൻഫോർമൽ എക്കോണമി. The informal economy is also known as the black economy. So black economy എന്ന് പറഞ്ഞാൽ അനൗപചാരികമായ സമ്പദ് വ്യവസ്ഥ എന്നുള്ളതിന്റെ ഒരു നിക്ക് നെയിമാണ് ബ്ലാക്ക് എക്കോണമി. സോ വിച്ച് ഈസ് ആൻ അൺറെക്കോർഡഡ് എക്കണോമിക് ആക്ടിവിറ്റി. അതെന്ത് ചെയ്യുന്നില്ല? ബ്ലാക്ക് എക്കണോമിക് ആക്ടിവിറ്റിയെ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നില്ല. അത് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടാവില്ല. അതാണ് ബ്ലാക്ക് എക്കോണമി എന്ന് പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താതെ വിട്ടുകളയും. So development alleviates people from low standards of living to proper employments with suitable shelter. വികസനം എന്ന സ്റ്റേജിലാണെങ്കിൽ എന്തില്ലാതാക്കുന്നു? അവരുടെ ആ ഒരു പിന്നോക്കാവസ്ഥ, അവരുടെ നിലവിലത്തെ പിന്നോക്കാവസ്ഥ. എന്നിട്ട് ആ പിന്നോക്കാവസ്ഥയിൽ നിന്ന് അവരെ ശരിയായ രീതിയിലുള്ള എംപ്ലോയ്മെന്റ്, അതേപോലെ തന്നെ ശരിയായ രീതിയിലുള്ള അഭയസങ്കേതം, വീട്, ഇതെല്ലാം ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ആ തുടക്കത്തിലുള്ള സ്റ്റേജും ചേഞ്ചുമാണ് എക്കണോമിക് ഡെവലപ്മെന്റ്. അതിലൂടെ എക്കണോമിക് ഗ്രോത്ത് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് വിച്ച് മൈറ്റ് ലീഡ് ടു പൊല്യൂഷൻ, കൺജഷൻ ആൻഡ് ഡിസീസ്. അപ്പോൾ അതിലൂടെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ചസ്, ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ഡെവലപ്മെന്റ്. പക്ഷെ ഇവിടെ എക്കണോമിക് ഗ്രോത്തിലേക്ക് നാം നോക്കുമ്പോൾ ദാറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് വിച്ച് മൈറ്റ് ലീഡ് ടു പൊല്യൂഷൻ, കൺജഷൻ ആൻഡ് ഡിസീസ്. അതായത് ഇവിടെ ആകെ തിങ്ങി ഇതായി നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം, പൊല്യൂഷന്റെ അവസ്ഥ, നിർണ്ണയിക്കുന്ന അല്ലെ രോഗാവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. ഗ്രോത്തിൽ ഒരിക്കലും ആ വക കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യാറില്ല. So development, however, is concerned with the sustainability. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് നിലനിർത്തുവാൻ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിലനിർത്തുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്കൊരു തുടർച്ചയുണ്ടാവണം. അതാണ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ എന്താണ്? മാറ്റങ്ങൾ വേണം വികസനത്തിന്. വികസനത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾക്ക് അതിനൊരു തുടർച്ചയുണ്ടാവണം. ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സസ്റ്റൈനബിലിറ്റി. അതിന്റെ മീനിങ് എന്താ? വിച്ച് മീൻസ് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ഫ്യൂച്ചർ നീഡ്സ്. അതായത് നാം ഇന്നത്തെ ആവശ്യങ്ങളെ നമ്മൾ മീറ്റ് ചെയ്യുന്നു, പക്ഷെ ഉണ്ടല്ലോ ആ ഇന്നത്തെ ആവശ്യങ്ങളെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നാളേക്കെന്ന രീതിയിൽ ഒരു കോംപ്രമൈസിന് നമ്മൾ അതുകൂടി മനസ്സിലുണ്ടാവണം. വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ഫ്യൂച്ചർ നീഡ്സ്. നാളത്തെ ആവശ്യത്തെ കോംപ്രമൈസ് ചെയ്യാതെ ഇന്നത്തെ ആവശ്യങ്ങൾ മാത്രം നിലനിർത്തി പോരുന്നതിനോട് യോജിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ എന്ത് വേണം? അതിനൊരു തുടർച്ച ഉണ്ടാവണം. ഇന്നത്തെ നീഡ്സ് മീറ്റ് ചെയ്തു, അതിനോടൊപ്പം തന്നെ നാളത്തെ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിലുള്ള അവിടെ ഒരു പരിപാടികളും അവിടെ ഉണ്ടായിരിക്കണം. സോ ദീസ് ഫ്യൂച്ചർ നീഡ്സിനെ കൂടി നാം എന്ത് ചെയ്യണം? നാം മാനിക്കേണ്ടതുണ്ട്. അതില്ലാതെ പ്രകൃതിയെ കൊള്ളയടിക്കുന്ന രീതിയിലൊന്നും ചെയ്യരുത്. സോ ദീസ് എൻവയോൺമെന്റൽ എഫക്ട്സ് ആർ ബിക്കമിങ് മോർ എ പ്രോബ്ലം ഓഫ് ഗവൺമെന്റ്. അപ്പോൾ ഇങ്ങനെ പ്രകൃതിസ്ഥിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നാളത്തേക്ക് ഒരു കോംപ്രമൈസും ചെയ്യാതെ ഇന്നത്തെ ആവശ്യങ്ങൾ മാത്രം നിറവേറുന്നു, പ്രകൃതിയെ പറ്റി ചിന്തിക്കുന്നില്ല.
പ്രകൃതിയെ കൊള്ളയടിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഫ്യൂച്ചർ നീഡ്സിന് എന്തില്ല, ഒരു കോംപ്രമൈസും വരുന്നില്ല. സോ ദ ഡെവലപ്മെന്റ് ഹവർ ഈസ് കൺസേൺഡ് വിത്ത് സസ്റ്റൈനബിലിറ്റി, വിച്ച് മീൻസ് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ഫ്യൂച്ചർ നീഡ്സ്. എന്തുണ്ടാവും? എൻവയോൺമെന്റൽ എഫക്റ്റ് ഉണ്ടാവും. സോ ദീസ് എൻവയോൺമെന്റൽ എഫക്ട്സ് ആർ ബിക്കമിങ് more of a problem for governments now that the pressure has increased on them due to global warming. അപ്പൊ നാളെക്കുറിച്ച് ചിന്തയില്ലാതെ ഇന്നേക്ക് മാത്രം എന്ന രീതിയിൽ പെരുമാറുന്നു, പ്രകൃതിയെ കൊള്ളയടിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നാളെ നമ്മൾ പലതും വില കൊടുക്കേണ്ടി വരുന്നു, എൻവയോൺമെന്റൽ എഫക്റ്റ് ഉണ്ടാകുന്നു, അത് വലിയൊരു പ്രോബ്ലമായിട്ട് മാറുന്നു. ആഗോളതലത്തിൽ അത് പരിഹരിക്കാനുള്ള രീതിയിലുള്ള പ്രശ്നമാക്കി എടുക്കേണ്ടി വരും. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു, ആഗോള താപനം. അപ്പോൾ ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ എത്തുമ്പോഴാണ് ഗവൺമെന്റ് വല്ലാത്ത സമ്മർദ്ദത്തിൽ ഏർപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഗ്ലോബൽ വാർമിങ്ങിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെ ഉണ്ടാകുന്നതാണ്? വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടാത്ത രീതിയിൽ പ്രകൃതിയെ കൂടുതൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് മുഖേനയാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എക്കണോമിക് ഗ്രോത്ത് ഈസ് എ നെസസറി ബട്ട് നോട്ട് എ സഫിഷ്യന്റ് കണ്ടീഷൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് അത്യാവശ്യമാണ്, പക്ഷെ എന്നാൽ അതൊരു സഫിഷ്യന്റ് കണ്ടീഷൻ, വേണ്ടുവോളമുള്ള ഒരു അവസ്ഥയായിരിക്കില്ല സാമ്പത്തിക വികസനത്തിന്. സാമ്പത്തിക വികസനം എന്നത് ആവശ്യമാണ്, സാമ്പത്തിക വളർച്ച എന്നത് ആവശ്യമാണ്. സാമ്പത്തിക വളർച്ച എന്നത് അത്യാവശ്യമാണെങ്കിലും അതൊരു എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടത്ര തോതിലുള്ള ഒരു സഫിഷ്യന്റ് കണ്ടീഷനായിട്ട് എക്കണോമിക് ഗ്രോത്തിനെ കണക്കാക്കാൻ സാധിക്കില്ല. സോ എക്കണോമിക് ഗ്രോത്ത് ഈസ് എ നെസസറി ബട്ട് നോട്ട് എ സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ തീരുകയാണ്. ഇതിൻ്റെ ബാക്കി സെഷൻ എൻ്റെ കണ്ടിന്യൂറ്റി എന്ന രീതിയിൽ അടുത്തൊരു വീഡിയോ സെഷനിലൂടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.